ആ ആയത്തിറങ്ങുമ്പോൾ നബി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലാഹുമ്മ ഇന്നക തസ്മഉ കലാമി, അല്ലാഹുവേ നീ എൻ്റെ സംസാരം ഇപ്പൊ കേൾക്കുന്നുണ്ട്. വതറാ മകാനി, ഞാൻ നിൽക്കുന്ന സ്ഥലം നീ കാണുന്നുണ്ട്. വതഅലമു സിർരി വഅലാനിയതി, എൻ്റെ പരസ്യവും രഹസ്യവും നീ അറിയുന്നുണ്ട്. ലാ യഖ്ഫാ അലൈക ശൈഉം മിൻ അംരി, എൻ്റെ ഒരു കാര്യവും നിനക്ക് മറഞ്ഞതല്ല റബ്ബേ. അനൽ ബാഇസുൽ ഫഖീർ, ഞാനൊരു ഫക്കീറായ ആവശ്യക്കാരനാണ്. അൽ മുസ്തഗീസുൽ മുസ്തജീർ, നിന്നിലേക്ക് ആഗ്രഹവുമായിട്ട് തേടി വന്ന ഒരു ആവശ്യം അർത്ഥിക്കുന്നവനാണ്. വൽ വജലുൽ മുഷ്ഫിഖുൽ മുഖിറുൽ മുഅ്തറിഫു ബിദുനൂബി, എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നവനാണ്. അസ്അലുക സഅലതൽ മിസ്കീൻ, ഞാനൊരു മിസ്കീന്റെ യാചന ഇന്ന് നിന്നോട് ചോദിക്കുകയാണ്. വഅബ്തഹിലു ഇലൈക ഇബ്തിഹാലൽ മുദ്നിബ്, ഞാനൊരു പാപി കേണ് പറയുന്ന പോലെ നിന്നോട് കേണ് പറയുകയാണ്. വഅദ്ഉക ദുആഅൽ ഖായിഫിൽ മരീർ, പേടിച്ച് ഭയന്ന ഒരു ഭക്തന്റെ യാചനയാണ് ഇന്നത്തെ എൻ്റെ യാചന. മൻ ഖളഅത ലക റഖബതു വഫാലത ലക ഐനാ വദല്ല ജിസ്മു വറഗിമ അൻഫു ലക്, ഹൃദയം നിന്റെ മുമ്പിൽ കോരിത്തരിക്കുന്നു, നിന്നെ പേടിച്ച് നിന്നോട് ചോദിക്കുന്നു. നിന്റെ മുമ്പിൽ എൻ്റെ ശിരസ് കുനിഞ്ഞു റബ്ബേ, എൻ്റെ കഴുത്ത് നിന്റെ മുമ്പിൽ ഒടിഞ്ഞു റബ്ബേ, എൻ്റെ കണ്ണീര് കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു റബ്ബേ. മൻ ഖളഅത ലക റഖബതു, എൻ്റെ ഈ കഴുത്ത് നിന്റെ മുമ്പിൽ കുനിഞ്ഞു. വഫാലത ലക ഐനാ, രണ്ട് കണ്ണും നിന്റെ മുമ്പിൽ നിറഞ്ഞൊഴുകി വദല്ല ജിസ്മു, എൻ്റെ ശരീരം മുഴുവൻ നിന്റെ മുമ്പിൽ വളരെ താണതായി നിസ്സാരമായി എൻ്റെ തടി തളർന്നു പോയി. അല്ലാ, എൻ്റെ ശരീരം അങ്ങ് ക്ഷീണിച്ച് ഞാൻ അവശനായി. അല്ലാ, നിന്റെ മുമ്പിൽ അങ്ങേയറ്റം അവശതയോടുകൂടി നിലകൊള്ളുകയാണ്. അല്ലാഹുമ്മ ലാ തജഅൽനീ ബിദുആഇക റബ്ബി ശഖിയ്യ, എന്നെ നിർഭാഗ്യവാനാക്കല്ലേ ഈ ദുആയുടെ കാര്യത്തിൽ. വകുംബി റഊഫർ റഹീമ, എന്നോട് അലിവുള്ളവനും ദയയുള്ളവനുമാകണമേ റബ്ബേ. യാ ഖൈറൽ മസ്ഊലീന വയാ ഖൈറൽ മുഅ്തീൻ, ചോദിച്ചാൽ ഉത്തരം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനെ, ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനെ എന്ന് അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ ആഗമനം കൊണ്ട് അൽ-യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലകുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി അനുഗ്രഹം പൂർണ്ണമായി ചൊരിഞ്ഞു തന്നു, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നു. ആദ്യമായി കണ്ണ് നിറഞ്ഞത് സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുകളാണ്. എന്തുകൊണ്ടെന്നാൽ ദീന് പൂർത്തിയാക്കുന്നുവെങ്കിൽ ഇത് ജിബ്രീലിന്റെ ആഗമനത്തിന്റെ അവസാനമാണ്, പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിന്റെ ഒടുക്കത്തിലേക്കുള്ള നീക്കമാണ്. എങ്കിൽ ഇത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യത്തിന്റെ ഒടുക്കമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിദ്ദീഖിന്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. അവിടുന്ന് അറഫയോട് വിട പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിന്റെ മകൻ ഉസാമ എന്ന പ്രിയപ്പെട്ട സഹാബിയെ, നബിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൽ പിറകിൽ കയറ്റിയിരുത്തി വളരെ ശാന്തമായി എന്നാൽ ഗാംഭീര്യത്തോടെ ഒട്ടകം മുന്നോട്ട് നീങ്ങി. ഒട്ടകത്തിന്റെ മൂക്കുകയർ അവിടുന്ന് കയ്യിൽ പിടിച്ചിരുന്നു. ഒട്ടകത്തിന്റെ ശിരസിനോട് എത്രമാത്രം അവിടുന്ന് അടുത്തിരുന്നുവെന്ന്